കേരളത്തിലെ ജനങ്ങളെ ഏറെ ബാധിക്കുന്നതും അലട്ടുന്നതുമായ വിഷയം ശബരിമലയിലെ സ്വർണ്ണ മോഷണമാണ്. ആ സ്വർണ്ണമോഷണ കേസിലെ മുഴുവൻ പ്രതികളെയും ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല, അറസ്റ്റ് ചെയ്തിട്ടില്ല. നഷ്ടപ്പെട്ട സ്വർണം എത്രയെന്ന് ഇതുവരെ തിട്ടപ്പെടുത്തിയിട്ടില്ല. കോടതിയുടെ ഇടപെടലുണ്ടായിട്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ട് പോലും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താനോ പ്രമുഖരായിട്ടുള്ള പ്രതികളിലേക്ക് ഇനിയും എത്താനോ കഴിഞ്ഞിട്ടില്ല. പിടിക്കപ്പെട്ട പ്രതികളിൽ CPM-ന്റെ ഉന്നത നേതാക്കന്മാരുണ്ട്. ജയിലിൽ കഴിയുന്ന CPM നേതാക്കന്മാരെ ഇപ്പോഴും പാർട്ടിയും ഗവൺമെന്റും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോവിന്ദൻ മാസ്റ്റർ പത്തനംതിട്ടയിലെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്തിട്ട് പത്മകുമാറിന്റെ കാര്യം അവിടെ ചർച്ചാ വിഷയമായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് പാർട്ടി അങ്ങനെയല്ല. രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ആക്ഷേപമുയർന്നപ്പോൾ തന്നെ അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹത്തെ പുറത്താക്കി സ്പീക്കർക്ക് കത്തുകൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നിരയിലല്ല, കോൺഗ്രസ് MLA-മാരുടെ കൂടെയല്ല ഇരുന്നത്. അദ്ദേഹത്തിനെതിരെ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട്. ഞാനും പ്രതിപക്ഷ നേതാവും ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാനൊരു പ്രവാചകനല്ല. ഈ രാഹുൽ ഒളിവിൽ കഴിയുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? നിയമത്തിന്റെ വഴിക്ക് പോകുന്നു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒളിവിൽ കഴിയുന്നത് എനിക്കറിയില്ല. ഞാൻ അന്വേഷണ ഏജൻസി അല്ല. ഞാൻ അന്വേഷണ ഏജൻസി അല്ല. നിയമത്തിന്റെ വഴികൾ സ്വീകരിക്കാൻ അദ്ദേഹം മുൻകൂർ ജാമ്യ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വാർത്താ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കിയത്. പാർട്ടി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിക്കാർക്ക് നിലപാടില്ല. MLA സ്ഥാനം തീരുമാനിക്കേണ്ട അദ്ദേഹം തന്നെയാണ്. അദ്ദേഹത്തിന് ഒരു സെക്കൻഡ് കൂടെ പറഞ്ഞോട്ടെ. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് വാരണാസി MLA ആയിട്ട് വാരണാസി ബെഞ്ചിലിരുന്ന് പ്രസംഗിക്കുന്നുണ്ട്. നിയമസഭയിൽ പങ്കെടുക്കുന്നതിന് അദ്ദേഹത്തിന് തടസ്സമില്ല. അതാണ് ദാറ്റ് ബീയിങ് ദ പൊസിഷൻ. അതെ, അത് ഞാൻ പരിശോധിക്കും. വീക്ഷണത്തിലെ ലേഖനങ്ങൾ സംബന്ധിച്ചോ എഡിറ്റോറിയൽ സംബന്ധിച്ചോ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അത് പരിശോധിക്കും. കണ്ണൂർ കാസർഗോഡ് MPകൾ പരസ്പര വിഷയത്തിൽ തമ്മിൽ തല്ലുന്ന ഒരു സാഹചര്യം വലിയ വ്യത്യാസമില്ല, ചെറിയ വാക്കുകളുടെ വ്യത്യാസമല്ലേ ഉള്ളൂ. ചെറിയ വാക്കുകൾ അതിപ്പോ ഇൻഡിവിജ്വലായിട്ടൊരു വിഷയത്തെ സമീപിക്കുന്ന അവർ രണ്ടാളും പ്രമുഖ നേതാക്കന്മാരാണ്, നല്ല പ്രാസംഗികരാണ്, വേഗത്തിൽ സംസാരിക്കുന്നവരാണ്. സംസാരിക്കുമ്പം വന്ന ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. അതിപ്പോൾ പരിഹരിച്ചു വരികയാണ്. ദാറ്റ് ഇസ് ഓൾ.